ഇപ്പോൾ ശ്രീ എം ജയചന്ദ്രൻ രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകൻ കൂടി ചേരുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഈ പുതിയ തർക്കത്തെ കാണുന്നത്? കേവലം ഒരു പാളയത്തിൽ പട എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതായത് AP അനിൽകുമാറിനെ പോലെ ഒരു മിതഭാഷി പോലും തർക്കിക്കുന്നതിലേക്ക് പോകുന്നു. അതും നേരത്തെ നിർഭ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാൽ അടക്കം വളരെ സ്വാധീനം, കോൺഗ്രസ് വളരെ പ്രതീക്ഷയായി കാണുന്ന AP അനിൽകുമാറിനെ പോലെ ഒരാൾ പരസ്യമായി രാഷ്ട്രീയകാര്യ സമിതിയിൽ വളരെ രൂക്ഷമായി വിമർശിക്കുകയാണ്. എന്താണ് VD സതീശനെതിരെ. അതിൻ്റെ ഒരു അലയൊലി എങ്ങനെയായിരിക്കും ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുക? ഏതൊക്കെ തരത്തിലാണ് അതിനെ കാണാനാകുന്നത്? ഉള്ള നേതാവാണ്. അപ്പൊ അനിൽകുമാറിനെ പോലുള്ള നേതാവ് ഇങ്ങനെ സ്വന്തം പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗത്തിൽ തുറന്നടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മറ്റ് ആൾക്കാരുടെ വികാരം കൂടി അനിൽകുമാർ പ്രകടിപ്പിക്കുന്നത്. അത് കേവലം ഒരു ഗ്രൂപ്പ് സമവാക്യത്തിന്റെ പ്രശ്നമല്ല അജിത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ഈ പരിക്ഷീണമായ ശബ്ദങ്ങളുണ്ട്, പിന്നെ അടിച്ചമർത്തപ്പെട്ട ശബ്ദങ്ങളുണ്ട്. ഏകപക്ഷീയമായി ആധിപത്യം പുലർത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സതീശന്റെ നിലപാടുകൾക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധമുണ്ട്. എല്ലാം കൂടെ ചേർന്നാണ് അനിൽകുമാറിന്റെ ഭാഗത്തുനിന്ന് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അത് ചെറിയ കാര്യവുമല്ല, വലിയ കാര്യമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് ദീപദാസ് മുൻഷി പറഞ്ഞത്. അങ്ങനെ അച്ചടക്കമില്ലായ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ കളം വിട്ടാക്കാം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. അത് പിന്നെ അതിനേക്കാളും നന്നായി എളുപ്പം അതിവേഗത്തിൽ മനസ്സിലാവും കേരളത്തിലെ രാഷ്ട്രീയം നന്നായിട്ട് അറിയുന്ന KC വേണുഗോപാലിന്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ ഇടപെട്ട വിഷയം തണുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് തണുപ്പിക്കാൻ ശ്രമിക്കുന്തോറും വിഷയം ഈ നമ്മള് നിലത്തേക്കടിക്കുന്ന റബ്ബർ പന്ത് കൂടുതൽ കുതിച്ചു വരുമെന്ന് പറയുന്നത് പോലെ ആ തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഈ വിഷയം ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇന്നൊരു ദിവസം ആകുമ്പോഴത്തേക്ക് വ്യാപകമായി കോൺഗ്രസ് നേതാക്കളിൽ പിന്നെ സതീശനെതിരെയുള്ള വികാരമായി നിലകൊള്ളുകയാണത്. ഇനിയിപ്പോ ആ പ്രശ്നം പരിഹരിക്കാനാണ് ഹൈക്കമാൻഡിന്റെ അടുത്ത ശ്രമമെന്നാണ് കേൾക്കുന്നത്. ഏതായാലും കോൺഗ്രസിൽ പുതിയ ഒരു അസ്തിത്വ പ്രതിസന്ധി എന്ന നിലയ്ക്കാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോ ആരാണ് അസ്തിത്വമാണ് ഇവിടെ കാത്തു സംരക്ഷിക്കപ്പെടുക എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ നേതാക്കൾക്കിടയിൽ ചേരിപ്പോരായിട്ട് ഇത് വളർന്നു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ കൾമിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും വളരെ ഷാർപ്പായ കാതലായ നിരീക്ഷണമാണ് എം ജയചന്ദ്രൻ നടത്തിയത്.